വചനവായന 31 ദിവസം. എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങൾ ഇതിന് സമ്മതിക്കാം. നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്ത് ഞങ്ങളെപ്പോലെ ആകണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്കു തരാം, നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങളും സ്വീകരിക്കാം. ഞങ്ങൾ നിങ്ങളോടൊത്ത് വസിക്കുകയും നമ്മൾ ഒരു ജനതയായി തീരുകയും ചെയ്യും. ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിച്ഛേദനം ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും. അവരുടെ വ്യവസ്ഥ ഹാമോറിനും മകൻ ശെക്കേമിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്യുവാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചില്ല. കാരണം യാക്കോബിൻ്റെ മകളിൽ അവൻ അത്രമേൽ അനുരക്തനായിരുന്നു. അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ശെക്കേം. അതിനാൽ ഹാമോറും മകൻ ശെക്കമും നഗരകവാടത്തിങ്കൽ ചെന്ന് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഈ മനുഷ്യൻ നമ്മളോട് സൗഹാർദ്ദത്തിലാണ്. അവർ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ. ഈ നാട് അവരെ കൂടി ഉൾക്കൊള്ളുവാൻ മാത്രം വിശാലമാണല്ലോ. അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യമാരായി സ്വീകരിക്കാം, നമ്മുടെ പുത്രിമാരെ അവർക്ക് നൽകുകയും ചെയ്യാം. എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഇവർ നമ്മോടൊത്ത് പാർത്ത് ഒരു ജനതയാകുവാൻ സമ്മതിക്കുകയുള്ളൂ. നമ്മുടെ പുരുഷന്മാരെല്ലാം അവരെ പോലെ പരിച്ഛേദനം ചെയ്യണം. അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളുമൊക്കെ നമ്മുടേതാവില്ലേ? നമുക്കിത് സമ്മതിക്കാം. എങ്കിൽ അവർ നമ്മോടും കൂടെ താമസിക്കും. പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമോറിൻ്റെ മകൻ ശെക്കേമിൻ്റെ വാക്കുകൾ കേട്ട് പരിച്ഛേദനം ചെയ്തു. 3-ാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിൻ്റെ പുത്രന്മാരുമായ ശിമിയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്ന് പുരുഷന്മാരെയെല്ലാം വധിച്ചു. ഹാമോറിനെയും മകൻ ശെക്കേമിനെയും അവർ വാളിനിരയാക്കി. ശെക്കേമിൻ്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി. തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിൻ്റെ പേരിൽ യാക്കോബിൻ്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു. അവരുടെ ആടുമാടുകളെയും കഴുതകളെയും നഗരത്തിലെ വയലിലുണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു. അവരുടെ സ്വന്തം വീട്ടുവകകളൊക്കെയും യാക്കോബിൻ്റെ മക്കൾ കൈവശപ്പെടുത്തി. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ യാക്കോബ് ശിമിയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇന്നാട്ടുകാരായ കാനാൻകാരുടെയും പെരിസ്യരുടെയും മുൻപിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും, ഞാനും കുടുംബവും നശിക്കും. അവർ ചോദിച്ചു: ഒരു വേശ്യയോടെന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന്?